ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന 10 അസറ്റ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന്. സോ പാസീവ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് അതിനുവേണ്ടി പണിയെടുക്കാതെ, അതായത് ഫുൾ ടൈം ഒരു ജോബ് പോലെ റെഗുലറായിട്ട് വർക്ക് ചെയ്യാതെ നമുക്ക് ഒരു സൈഡ് വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിനെയാണ് പാസീവ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതിന് പറ്റിയ 10 അസറ്റ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലാൻഡ് അല്ലെങ്കിൽ പ്ലോട്ട് സ്വന്തമായിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഗ്രോ ആകാൻ ചാൻസ് ഉള്ള സിറ്റികളിലും സ്ഥലങ്ങളിലും നമുക്ക് ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് മാത്രം റെൻറ്റിന് കൊടുത്തിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. സോ അതിൽ മറ്റുള്ള ആൾക്കാർക്ക് വന്ന് കൺസ്ട്രക്ഷൻ നടത്തുകയും അവർക്ക് അവരുടെ ഷോപ്പുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ വെയർ ഹൗസുകളോ എന്തുവേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്ത് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിൽ പോലും നമുക്ക് വെയർ ഹൗസുകൾ കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഫ്ലോട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും അവരുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി തന്നെ പല വെയർ ഹൗസുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സോ ടൗണിൽ നടുക്ക് വേണമെന്നില്ല, കുറച്ച് ഉള്ളിലോട്ട് മാറിയാണെങ്കിൽ പോലും നല്ലൊരു ലാൻഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഈ സ്ഥലം റെൻ്റ് ഔട്ട് ചെയ്താൽ മതി. വെയർ ഹൗസിനോ മറ്റ് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾക്കോ വേണ്ടി റെൻ്റ് ഔട്ട് ചെയ്യുക. ഇയർലി നിങ്ങൾക്ക് അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾക്കൊരു റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ ഗ്രോ ആകുന്നൊരു സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടുകയും ചെയ്യും. ആൻഡ് ലോങ് ടൈമിൽ ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 5x റിട്ടേൺ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതായത് ഈ ലാൻഡ് നമ്മൾ റീസെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വാല്യൂ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 5x റിട്ടേൺ ആ ലാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും നോർമലി അറിയാവുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. നമ്മൾ ഗോൾഡ് വാങ്ങിച്ച് നമ്മളൊരു ലോങ് ടൈമിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്, അതായത് ഒരു അസറ്റ് എന്നുള്ള രീതി. ബട്ട് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് RBI ആണ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമുക്ക് ഗോൾഡിൻ്റെ റേറ്റിൽ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ഇയർലി 2.5% ഇൻട്രസ്റ്റ് റേറ്റും കിട്ടും. ആൻഡ് നമ്മളിത് വിൽക്കുന്ന സമയം വരെയുള്ള ഈ ഗോൾഡിൻ്റെ റേറ്റ് കയറുന്നതനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും സെല്ല് ചെയ്യാം. ആൻഡ് ഗോൾഡിൻ്റെ റേറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഗോൾഡ് ഫിസിക്കലി സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും നല്ലത് സോവറിൻ ഗോൾഡ് ബോണ്ട് തന്നെയാണ്. അത് സൈഡായിട്ടൊരു പാസീവ് ഇൻകം കിട്ടുകയും ചെയ്യും. ആൻഡ് സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിന് ടാക്സും ഇല്ല, ടാക്സ് ഫ്രീ ആണ് ഈ കിട്ടുന്ന റവന്യൂ. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പോലും GST കൊടുക്കേണ്ട. നോർമൽ ഫിസിക്കൽ ഗോൾഡ് ആണ് 3% GST കൊടുക്കണം. ആൻഡ് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ 0% ആണ് GST. ആൻഡ് ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനും 0% ടാക്സ് കൊടുത്താൽ മതി. പിന്നുള്ളൊരു അസറ്റ് ക്ലാസ് ആണ് റെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ വെയർ ഹൗസ് കാര്യങ്ങൾ അത് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ലാൻഡ് കൊടുക്കാമെന്ന് പറഞ്ഞത്. ആൻഡ് ഇത് നമുക്ക് വെയർ ഹൗസിനോ PGക്കോ അല്ലെങ്കിൽ ഷോപ്പുകൾ നടത്താനോ ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഷട്ടറോ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നമുക്ക് റെൻ്റൽ ഇൻകം എടുക്കാം. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് വരുന്നത്, യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തീം പേജസ്. സോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാര്യം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ്. അതായത് നമ്മളൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നമ്മളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. സോ അതിപ്പം പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, നമുക്ക് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക. ആൻഡ് അതിൽ കൂടെ നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ മാർക്കറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് ആൾക്കാർ മറ്റുള്ളവർ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ആഡിൽ നിന്ന് റവന്യൂ കിട്ടും. അങ്ങനെ ഒരുപാട് മെത്തേഡിൽ കൂടെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. പാർട്ണർഷിപ്പ്, അഡ്വർടൈസിങ് റവന്യൂ, ആൻഡ് നമുക്ക് സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് സെല് ചെയ്യുക. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതും ഒരു പാസീവ് ഇൻകം മെത്തേഡാണ്. അത് ഫുള്ളി പാസീവ് ഇൻകം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഫ്രീലാൻസിങ് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് ഇൻകം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ ഡിസൈനിങ്ങിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളാണ്, നമ്മളൊരു ജോലിക്ക് പോകുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് വർക്കുകൾ ചെയ്തു കൊടുത്ത്, അതായത് ടെമ്പററി നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് വർക്കുകൾ ചെയ്തു കൊടുത്ത് ആ വർക്കിനൊരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, കണ്ടന്റ് റൈറ്റിംഗ്, ഗ്രാഫിക്സ് ഡിസൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീലാൻസിങ്ങിൽ കൂടെ ഒരുപാട് ആൾക്കാർ ചെയ്യുകയും കാശുണ്ടാക്കുകയും ചെയ്യുന്നൊരു മെത്തേഡാണ്. ആൻഡ് ഇറ്റ്സ് എ സൈഡ് ഇൻകം, നോട്ട് ഫുള്ളി പാസീവ്. അടുത്തതായിട്ടുള്ളൊരു പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP, അതായത് മന്ത്ലി നമ്മൾ കുറച്ച് തുക വീതം ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ലോങ് ടൈമിൽ ഇത് നല്ലൊരു വെൽത്ത് ബിൽഡ് ചെയ്യുകയും ചെയ്യും.
ആൻഡ് ഒരു 10-20 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് SWP, അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, അതായത് നമുക്കൊരു മന്ത്ലി ജീവിക്കാൻ വേണ്ടിയിട്ട് എത്ര തുക വേണം, ഇപ്പോൾ ഒരു 50,000 രൂപയാണ് നമുക്ക് മന്ത്ലി വേണ്ടെങ്കിൽ ആ എമൗണ്ട് ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുകയും അത് നമുക്ക് ഒരു പാസീവായിട്ടുള്ള ഒരു ഇൻകം തരികയും ചെയ്യും. ലോങ് ടൈമിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് നല്ല രീതിയിലുള്ള റിട്ടേൺ തരും. ഇപ്പോൾ Nifty 50 കമ്പനികളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുവരെയുള്ള ഹിസ്റ്റോറിക്കൽ റിസൾട്ട് വെച്ചിട്ട് 15% റിട്ടേൺ ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ എന്ത് കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് വേണം പോകാൻ. അതായത് 4%, 5% ഒക്കെയാണ് നമ്മുടെ കറൻ്റ്ലി ഉള്ള ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പം നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ടേ പൈസ ഇട്ട് കഴിഞ്ഞാൽ 4% നമുക്ക് ഇയർലി ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാലും ആ ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നില്ല. സോ FD ഇട്ട് കഴിഞ്ഞാൽ 6% ഒക്കെയാണ് ഇപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ്. അതും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഈ വർഷം നമുക്ക് 100 രൂപ കൊണ്ട് എന്ത് ചെയ്യാവോ അടുത്ത വർഷം അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അടുത്ത വർഷം 106 രൂപ കിട്ടിക്കഴിഞ്ഞാൽ തുല്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം സാധനങ്ങൾക്കൊക്കെ വില കൂടും. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിരിക്കണം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും കാര്യങ്ങളിൽ നടത്തേണ്ടത്. ആൻഡ് മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്. പിന്നെ ഒരു പാസീവ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ്. നമ്മൾ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക, സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുക, ഗ്രാഫിക്സ് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് സെല് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീഷർട്ട് ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഓൺലൈനായിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിജിറ്റൽ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വഴി സെല് ചെയ്ത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ എഡ്യൂക്കേഷണൽ നോട്ട്സ്, നമ്മളുടെ പല സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ, പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അസൈൻമെൻറ്റ്സ് വരെ ഓൺലൈനായിട്ട് ഡിജിറ്റൽ പ്രോഡക്ട്സ് ആയിട്ട് സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും പാസീവായിട്ട് സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ആണ്. പിന്നെ നമുക്ക് ഹോം മേക്കർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയിട്ട് പാസീവ് ഇൻകം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് പ്ലസ് ഒരു ഇ-കൊമേഴ്സ്. അതായത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുക, പിന്നെ എന്താ പറയുക, ഫാൻസി ഐറ്റംസ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും. അവർ ഹൗസ് വൈഫോ അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടാവില്ല. സോ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ഷോ ചെയ്ത് ആൻഡ് അവർക്ക് അതിൽ നിന്നൊരു സെയിൽസ് ജനറേറ്റ് ചെയ്യുകയും ആൻഡ് അതുവഴി കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്കെയിൽ ചെയ്ത് നല്ലൊരു ബിസിനസ് ആക്കി എടുക്കാൻ പറ്റും. ആൻഡ് ഇനിഷ്യലി നമുക്ക് ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ പോലെ സ്റ്റാർട്ട് ചെയ്ത് സെയിൽസ് ജനറേറ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ, നമുക്ക് ബൈക്കുകൾ സ്കൂട്ടറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി ബോയ്സിനൊക്കെ, അതായത് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആവും, പക്ഷേ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ഡെലിവറിക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടാവും. സോ അങ്ങനെ സൊമാറ്റോ, സ്വിഗ്ഗി ഡെലിവറി ഓടുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു റണ്ണിങ് ടൈമിൻ്റെ അനുസരിച്ചൊരു റെൻറ്റ് നമുക്ക് തരുന്ന രീതിയിൽ നമുക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞാൽ വെഹിക്കിൾ റെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പല എക്യുപ്മെൻറ്റ്സും റെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാകും പവർ ടൂൾസ് ഫോർ റെൻറ്റ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പവർ ടൂൾസ്, അത് മിക്കതും നല്ല വിലയുള്ളതുണ്ട്, ചെറിയ എമൗണ്ടിൻ്റെ ഉണ്ട്. പക്ഷേ സാധാരണ നോർമൽ ജോലിക്ക് പോകുന്ന ആൾക്കാരൊന്നും കംപ്ലീറ്റ്ലി വാങ്ങിച്ച് വെക്കാറുണ്ടാവില്ല. സോ നിയർ ബൈ ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോയിട്ട് പവർ ടൂൾസ് റെൻറ്റിന് എടുക്കുകയാണ് ചെയ്യാറ്. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരില്ല. ഒരു 1-2 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊരു പവർ ടൂൾസിൻ്റെ റെൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഡെയിലി റെൻറ്റിന് ഈ പവർ ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുകയും അതിൽ നിന്നൊരു റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ക്യാമറ അതുപോലുള്ള കാര്യങ്ങളും റെൻറ്റിന് കൊടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ചെറിയ എമൗണ്ടിനൊക്കെ തന്നെ നമുക്ക് ക്യാമറകളൊക്കെ വാങ്ങിക്കാൻ പറ്റും. 10-500 രൂപ 800 രൂപയൊക്കെ നമുക്ക് റെൻറ്റ് കിട്ടുന്ന രീതിയിൽ ഈ ഒരു 25,000-30,000 രൂപയുടെ ക്യാമറാസൊക്കെ നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ അതും ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പിന്നീട് ഒരു പാസീവ് ഇൻകം അല്ല, അത് ശരിക്കും പറഞ്ഞൊരു സൈഡ് വരുമാനമാണ് സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ട്യൂഷൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമുക്കറിയാവുന്ന സ്കില്ല് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്കൊരു ചെറിയ എമൗണ്ട് അവരുടെ നിന്ന് ട്യൂഷൻ ഫീസായിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അതിപ്പം ഡ്രോയിങ്ങിലായിക്കോട്ടെ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഡ്രോയിങ്ങിലായിക്കോട്ടെ, പ്രോഗ്രാമിങ്ങിലായിക്കോട്ടെ, ട്രേഡിങ്ങിലായിക്കോട്ടെ, ഇതുപോലുള്ള പല കാര്യങ്ങളിലും നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് നമുക്ക് ട്യൂഷൻ എടുത്ത് കൊടുത്ത് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് ഉള്ള വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ട്രെയിലറിംഗ് എന്നൊക്കെ പറയുന്നത്. അതിപ്പം നിയർ ബൈ ആയിട്ടുള്ള വീടുകളിലുള്ള വർക്കുകളൊക്കെ തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പാസീവ് അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ടൈലറിങ്.
പിന്നെ അത് ലോങ് ടൈമിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബിസിനസ്സായിട്ട് തന്നെ ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളൊരു ബിസിനസ്സാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ക്ലാസ്സുകൾ. ആൻഡ് ഇതൊക്കെയാണ് നമുക്ക് പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ക്ലാസ്സുകൾ. ഇതിൽ എല്ലാം പാസീവ് എന്ന് പറയാൻ പറ്റത്തില്ല 100%. ചിലതിലൊക്കെ നമ്മൾ കുറച്ച് എഫേർട്ടുകൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. സോ എന്നാൽ പോലും മോസ്റ്റ്ലി ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമുക്കൊരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.